ഫ്രണ്ട്സ്, ജി ഡി എസിൻ്റെ ഓൺലൈൻ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് തിരുത്താം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തിരുത്താനുള്ള ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി 18 മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 19 വരെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ ഫെബ്രുവരി 19 വൈകുന്നേരം 5 മണിയുടെ ഉള്ളിൽ തിരുത്തണം കേട്ടോ. 5 മണി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അപ്പോൾ ഫെബ്രുവരി 19 തിരുത്തേണ്ട അവസാന തീയതി. 18 മുതൽ 19. 18 എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് ആണ്. നാളെ 5 മണി വരെയാണ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പോർട്ടലിലേക്ക് കയറാം, എങ്ങനെ നമ്മുടെ അപേക്ഷ തിരുത്താം എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് റീസെൻ്റായി ചെയ്ത വീഡിയോസ് എല്ലാം കാണാം കേട്ടോ. ഓക്കെ, എല്ലാ കാറ്റഗറി വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർമി നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് IT അല്ലെങ്കിൽ +2 ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പെർമനൻറ്റ് വേക്കൻസിയാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസാണ്. മെമ്പർഷിപ്പ് എടുക്കാൻ നമ്മുടെ ചാനലിന് സപ്പോർട്ടാവും. തീർച്ചയായിട്ടും അതിൻ്റേതായുള്ള രീതിയിൽ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ചെയ്തു വരുന്നുണ്ട് കേട്ടോ. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ നമ്മളൊരു ലിങ്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും ഇത്. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് GDS എന്ന് ടൈപ്പ് ചെയ്താലും കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളിവിടെ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടിയിലുണ്ടാവല്ലോ റീഡ് മോർ എന്നുള്ള, അവിടെയാണ് നിങ്ങൾക്ക് ലിങ്ക് തരിക. ഓക്കെ, അതിൽ അപ്ലൈ നൗ എന്നുള്ളവർക്ക് ലിങ്ക് കൊടുക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് വരും. ഈ പേജിലാണ് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴോട്ട് വരിക. ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഇവിടെ കണ്ടോ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള, ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ GDSൻ്റെതാ ഒഫീഷ്യൽ പോർട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കണ്ടോ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഓർ അപ്ലൈ. പിന്നെ ഇതിൻ്റെ കറക്ഷൻ വിൻഡോ ഓർ എഡിറ്റ് വിൻഡോ ഈസ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ 19/2 5 മണി. ഓക്കെ, 19 നാളെ 5 മണി വരെ സമയമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഓർ അപ്ലൈ എന്നുള്ളതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിലും കൂടെ കാണാം കാൻഡിഡേറ്റ് ലോഗിൻ. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട അടുത്തത്. കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊസീഡ് ടു ലോഗിൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ പ്രൊസീഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ G എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങിയിട്ടൊരു നമ്പറാണ് ഉണ്ടായിരിക്കുക. ഒരു നമ്പർ രജിസ്ട്രേഷൻ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ഇല്ലേ, അതിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മുടെ യൂസർ ID. പാസ്വേഡും അതിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്താൽ ഞാൻ കാണിക്കാം. OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ആ OTP അടിച്ചു കൊടുക്കണം. ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ യൂസർ ID പാസ്വേഡും കൂടെ കൊടുക്കട്ടെ. ഓക്കെ, എൻ്റെ യൂസർ ID ഇവിടെ കൊടുത്തു. കണ്ടോ, ഇവിടെ ഈ ഒരു രീതിയിലുള്ള നമ്പർ ആയിരിക്കും നമ്മുടെ യൂസർ ID എന്ന് പറയുന്നത്. എൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ലോഗിൻ. അപ്പോൾ ഈ യൂസർ ID പാസ്വേഡും എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് നോക്കുക, ഇൻബോക്സ് നോക്കുക, മൊബൈലിലെ ടെക്സ്റ്റ് മെസ്സേജിൽ ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ തന്നിരിക്കുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് എന്തുണ്ടാവും, OTP അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലോഗിൻ ചെയ്യണം, നമ്മൾ ആ OTP ഇവിടെ അടിച്ചു കൊടുക്കണം. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടുണ്ട്, അത് ഞാനിവിടെ അടിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുത്ത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ OTP കൊടുത്തു, വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ കാണാം നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ഡാഷ്ബോർഡ്, അത് കാൻഡിഡേറ്റ് ഡാഷ്ബോർഡിലാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, മെയിൽ ID, നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യണമെങ്കിൽ ലോഗൗട്ട് ചെയ്യാം, പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് വരുന്നത് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വിക്ക് ആക്സസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം മൈ ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ മൈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ അവിടെ കാണിക്കും. അപ്പോൾ ഞാനിത് ഡെമോ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്, അതുകൊണ്ട് എനിക്കത് ഇവിടെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടേത് ആപ്ലിക്കേഷൻ അവിടെ കാണിക്കും. ഇനി ഡാഷ്ബോർഡിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് അവരുമായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈ കംപ്ലയിൻറ്റ്സ് ആയിട്ട് ഇവിടെ
കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൽ ഓൾറെഡി അപേക്ഷ സബ്മിറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ബ്ലൂ കളറിലാണ് ഒരു പെൻസിൽ ഐക്കണാണ് ഉണ്ടായിരിക്കുക. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ എന്നാണ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ GDSൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വന്ന സമയത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിന് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങളുടേത് നിങ്ങൾക്ക് ഇത് മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. എൻ്റെത് കാണിക്കാത്തത് ഞാനത് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അന്നത് സബ്മിറ്റ് ചെയ്തില്ല. കാരണം ഡെമോ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതായിരുന്നു. നിങ്ങൾക്ക് അതെങ്ങനെ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടേത് മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അപേക്ഷ കാണിക്കും അവിടെ. നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം. നിങ്ങളുടെ ചോയ്സ്, അതായത് ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിവിഷൻ മാറ്റണം, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ വരാം, ഡാഷ്ബോർഡിൽ വരാം. ഇവിടെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുന്നത് അതിപ്പോൾ മൊബൈൽ വ്യൂ ആണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ അതിനനുസരിച്ച് അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കി അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ എഡിറ്റ് ആപ്ലിക്കേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു പേജിൽ കാണാം. ഇവിടെ കണ്ടോ എഡിറ്റ് യുവർ GDS ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം കൊടുക്കണം. GDS എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. അതിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വെറുതെ എഡിറ്റ് ചെയ്താൽ ഇവിടെ നിങ്ങൾ യെസ് പ്രൊസീഡ് എന്ന് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇത് റീഡ് ചെയ്യണം. കൺഫേം എഡിറ്റ് എന്നുള്ളത് ഇത് കണ്ടോ, നമ്മളോട് എഡിറ്റ് ചെയ്യാൻ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യെസ് പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് കംപ്ലീറ്റ് ഓൾ 4 സ്റ്റേജസ് ആൻഡ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യെസ് പ്രൊസീഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെറുതെ പോയിട്ട് നിങ്ങൾ യെസ് പ്രൊസീഡ് എന്ന് കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യെസ് പ്രൊസീഡ് എന്ന് കൊടുത്താൽ മതി. അതല്ലാതെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്ലൈ ചെയ്ത സമയത്തുള്ള 4 സ്റ്റേജസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഫീ അടയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതായത് ഫീ റിലാക്സേഷൻ ഉണ്ട് അല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റും ചെയ്ത് അപേക്ഷ കംപ്ലീറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി, അതായത് ജസ്റ്റ് പാർഷ്യലി മാത്രം എന്ത് ചെയ്തു നിങ്ങൾ ചെയ്തു, ഒരു സ്റ്റേജ് മാത്രം ചെയ്തു, 2 സ്റ്റേജ് ചെയ്തു, അല്ലെങ്കിൽ 3 സ്റ്റേജ് ചെയ്തു, 4-മത്തെ നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളുടെ അപേക്ഷ എന്തെങ്കിലും റിജക്റ്റ് ആയിപ്പോൾ നിങ്ങളുടെ അപേക്ഷ എന്താണ് വാലിഡ് അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് യെസ് പ്രൊസീഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് നിങ്ങൾ എന്താണ് ഫില്ല് ചെയ്ത് എന്തൊക്കെയാണോ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്ലസ് അഡീഷണലായിട്ട് നമുക്ക് ആ 4 സ്റ്റേജസും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതെല്ലാം നമ്മുടെ അപേക്ഷകളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ അടിച്ചാൽ ഇവിടുന്ന്. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് അത് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളത് ഇവിടുന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യെസ് പ്രൊസീഡ് എന്ന് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിൽ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണ് പാർഷ്യലി കംപ്ലീറ്റഡ് എന്നുള്ളതിലായി കിടക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ യെസ് പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് അതിൻ്റെ സ്റ്റെപ്പ് കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ? നിങ്ങളുടെ അപേക്ഷ വാലിഡായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ യെസ് പ്രൊസീഡ് എന്ന് കൊടുക്കുകയാണ്. യെസ് പ്രൊസീഡ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടോ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ, യുവർ ആപ്ലിക്കേഷൻ വാസ് നോട്ട് സബ്മിറ്റഡ് ഓർ കംപ്ലീറ്റ്ലി സബ്മിറ്റഡ് ഡ്യൂറിങ് ദ ആപ്ലിക്കേഷൻ സബ്മിഷൻ വിൻഡോ. അതായത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാനിതൊരു ഡെമോ പർപ്പസിന് വേണ്ടി, അത് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തല്ലോ, നമ്മുടെ ചാനൽ ഇതാ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തല്ലോ, ഇതാ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ. ഈ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് ത്രൂ ഞാനത് എൻ്റെ അപേക്ഷ ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ടില്ല, അതായത് ഫീ അടച്ച് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയാണ് എഴുതി കാണിക്കുക. ഓക്കെ, അതായത് ഞാനത് ഫൈനൽ സബ്മിഷൻ കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻ്റെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ അപേക്ഷ ഓൾറെഡി എന്തല്ല, അത് വാലിഡ് അല്ല. ഓക്കെ, കാരണം മീൻസ് ഞാനത് ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഫൈനൽ സബ്മിഷൻ കൊടുത്ത് ഫീ ഒക്കെ അടച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇനി ഫീ അടയ്ക്കാതെ ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ്, അവർക്കൊന്നും ഫീ വേണ്ട, SC/STക്ക് ഫീ വേണ്ട. അപ്പോൾ അവരൊക്കെ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കാണിക്കും. ഓക്കെ, ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് മുതലുള്ള കാര്യങ്ങൾ കാണിക്കും. അത് നിങ്ങൾ എവിടേക്കാണോ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി അതിനനുസരിച്ച് നിങ്ങളത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് പോകേണ്ടി വരും. ആ കംപ്ലീറ്റ് സ്റ്റേജസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 4 സ്റ്റേജസ് ആണ്. ആ 4 സ്റ്റേജസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും ഒരു പുതിയ അപേക്ഷ കൊടുക്കുന്ന പോലെ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ എനിക്കിവിടെ കാണിക്കാത്തത് ഞാൻ ഓൾറെഡി എൻ്റെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു ഡെമോ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയല്ല കാണിക്കുക, നിങ്ങളുടെ ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്ന ആ ഒരു ഫോമാണ് കാണിക്കുക. അതിൽ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോകണം. ഒരു പുതിയ ആപ്ലിക്കേഷൻ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് എല്ലാ സ്റ്റേജസും നമ്മൾ നെക്സ്റ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോകണം. അങ്ങനെ പോയി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഫീ അടയ്ക്കാൻ
അപേക്ഷിക്കാൻ ബാധകമായ ഉദ്യോഗാർത്ഥികളെ വീണ്ടും ഫീ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഡാഷ്ബോർഡ് പോയിട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ യെസ് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അതല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ എന്തെങ്കിലും എന്താണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വേണ്ടി യെസ് പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിൽ ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ കംപ്ലീറ്റ് ആ 4 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ ബാക്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഇൻകംപ്ലീറ്റ് എന്നുള്ള സ്റ്റാറ്റസിൽ കിടക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ മൈ ആപ്ലിക്കേഷനിൽ പോവുക. മൈ ആപ്ലിക്കേഷനിൽ പോയാൽ ഇപ്പോൾ എനിക്കിവിടെ കാണിക്കാത്തത് നോക്കണ്ട, നിങ്ങളുടെ അപേക്ഷ ഇവിടെ കാണിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റഡ് എന്നുള്ള സ്റ്റാറ്റസും നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെ കഴിയും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അതിൽ ഡീറ്റെയിൽസിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസോ അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രിഫറൻസ് പ്രയോറിറ്റി ഏതാ കൊടുക്കേണ്ടത് ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. താങ്ക് യു.